ഇവിടെ നിന്ന് ചടങ്ങിന് ആളായി നിൽക്കേണ്ട ഹേമ എന്താ എത്താത്തത്? ഹലോ ആഷിം, കല്യാണത്തിന് സമയമാവുന്നു. ഞങ്ങളൊക്കെ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുവാ ഇവിടെ. നീയല്ലേ പറഞ്ഞത് ബാബുട്ടിനെ കല്യാണത്തിന് മുമ്പ് പൊക്കൂന്ന്? അവനിവിടെ മണവാളുടെ വേഷം ഇട്ട് വന്നിരിക്കുക. ശാന്തപ്പ മാമനും ബാബുകുട്ടനും ചേർന്ന് കല്യാണം മുടക്കാൻ എന്തെങ്കിലും ചെയ്യുന്നുള്ള പേടി ഇവിടെ എല്ലാവർക്കും. മുംബൈയിലെ ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് ഒരു മെയിൽ വരാൻ കാത്തിരിക്കുക ഞാൻ. ഭുവൻ ജയ്സ്വാളിനെതിരെ മുംബൈയിലെ പല സ്റ്റേഷനിൽ നിന്ന് 14 കേസുകളുണ്ട്. ഈ ഭുവൻ ജയ്സ്വാളാണ് ബാബുകുട്ടൻ എന്ന് ഉറപ്പിച്ചിട്ടുണ്ട്. ബാബുകുട്ടന്റെ ഫോട്ടോ അങ്ങോട്ട് അയച്ചപ്പോഴാണ് മുംബൈ പോലീസ് അത് കൺഫേം ചെയ്തത്. ഇവിടെ രജിസ്റ്റർ ചെയ്ത അന്നത്തെ പിടിച്ചുവറി കേസ് മുകളിലൊക്കെ കാശെറിഞ്ഞ് അവൻ തേച്ചു മാച്ചു കളഞ്ഞു. ആ കേസിന്റെ പേരിൽ അവനെ കസ്റ്റഡിയിലെടുക്കാൻ പറ്റില്ല. കല്യാണം മുടക്കാൻ വന്നതിന്റെ പേരും പറഞ്ഞ് അവനെ തൽക്കാലം ഒന്ന് അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ? അതിന് ബാലൻ മാഷോ ചാരുവോ ഇവിടെ റിട്ടേൺ കംപ്ലൈന്റ് ഒന്നും തന്നിട്ടില്ലല്ലോ. സ്പെഷ്യൽ പ്രൊട്ടക്ഷനെ ഒരു മെയിലെങ്കിലും അയച്ചാ ഞാനൊന്ന് ശ്രമിക്കാം. അതിനൊന്നുള്ള സമയമില്ല. പ്ലീസ്, നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ എത്രയും പെട്ടെന്ന് ചെയ്യണം. കല്യാണത്തിനിടയ്ക്ക് അവൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയ അവനെ ഞാൻ തീർക്കും. പിന്നെ നീ എന്നെ പുറത്തിറക്കേണ്ടി വരും. നീ ഒന്ന് സമാധാനിക്ക്. 11 മണി കഴിഞ്ഞല്ലേ കല്യാണം. അതിനു മുമ്പ് മുംബൈയിൽ നിന്ന് ഒരു മെയിൽ വരുമെന്ന എന്റെ പ്രതീക്ഷ. നീ എന്തെങ്കിലും ചെയ്. അമ്മ എന്താ മണ്ഡപത്തിലേക്ക് വരാത്തത്? അച്ഛൻ കലിതുള്ളി നിൽക്കുക. കല്യാണത്തിന് സകലരും എത്തി. എല്ലാരും അമ്മയെ തിരക്കുക. നിന്റെ അച്ഛൻ എന്തിനാടാ ഇങ്ങനെ കലിതുള്ളി നിൽക്കുന്നേ? ചെറുക്കനും പെണ്ണും വരാതെ കല്യാണം നടക്കില്ലല്ലോ. അരവിന്ദനെ ഒപ്പം കൂട്ടിക്കൊണ്ട് വരാൻ വേണ്ടിട്ടല്ലേ ഞാനിവിടെ നിൽക്കുന്നേ. എടാ, ചെറുക്കനും പെണ്ണിനും ഇടാനുള്ള മോതിരം നിന്റെ അച്ഛൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നേ. അത് രണ്ടും തന്നേക്ക്, ഞാൻ കൊണ്ടുപോയി കൊടുക്കാം. എടാ, പെണ്ണ് അങ്ങോട്ടിടേണ്ട മോതിരവേ ഞാൻ അശ്വതിയോ കല്യാണിയോ ഏൽപ്പിച്ചോളാം. അരവിന്ദിന് തിരിച്ചിടേണ്ട മോതിരം ഞാൻ ആ സമയത്ത് കൊടുത്തോളാം. അല്ല, അതിനിടയിൽ നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? ഏട്ടനെ കൂട്ടിക്കൊണ്ടുപോവാൻ. അല്ല, അതിനല്ലേ ഞാൻ ഇവിടെ കാത്തു നിൽക്കുന്നേ. നീ പൊക്കോ, ഞാൻ അവനെ കൊണ്ട് വന്നോളാം. അമ്മയ്ക്ക് ഇപ്പോഴത്തെ സിറ്റുവേഷൻ മനസ്സിലാവാത്തോണ്ടാ. എന്താ? അച്ഛനും ഗോവിന്ദൻ മാമനൊക്കെ ആകെ വെപ്രാളപ്പെട്ട് നിൽക്കുക. എന്തിന്? ആ ബാബുകുട്ടനല്ലേ, അവൻ വരന്റെ വേഷത്തിലാ വന്നിരിക്കുന്നത്. ആണോ? ശാന്തപ്പ മാമനുമായിട്ട് ചേർന്ന് അവരെ കല്യാണം തടസ്സപ്പെടുത്തുമെന്ന് അച്ഛന് നല്ല സംശയമുണ്ട്. പ്രിയനെയും കൈലേഷിനെയും ഒന്നിനെയും കാണുന്നില്ല. ഒരു പ്രശ്നമുണ്ടായ ഒരു സഹായത്തിന് അവരല്ലേ ഉള്ളൂ. ബാബുക്കുട്ടൻ പ്രശ്നം ഉണ്ടാക്കാനാ വന്നിരിക്കുന്നത്. ഞാൻ ചേട്ടനെ ചെന്നൊന്ന് വിളിക്കട്ടെ. എടാ, ഞാൻ അവനെ കൊണ്ടുവരാന്ന് പറഞ്ഞതല്ലേ. ശരി, അമ്മ കൊണ്ടുവന്നാ മതി. ചേട്ടനെ വിളിച്ചോണ്ട് വരണമെന്ന് അച്ഛൻ പറഞ്ഞേച്ചല്ലേ. വേഗം തയ്യാറായി ഇറങ്ങണമെന്ന് ഏട്ടനോട് പറഞ്ഞിട്ട് ഞാൻ പൊയ്ക്കോളാം. എല്ലാം ഓക്കെ അല്ലേ? ഇതിനെ ഒരു കഥയുണ്ട്. ഒരു പ്രണയകഥയുടെ തുടക്കമായി കൊലിച്ച്. അത് പിന്നെ നമ്മുടെ അരവിന്ദേട്ടൻ ചേച്ചിക്ക് ആദ്യമായിട്ട് വാങ്ങിച്ചെടുത്ത സമ്മാന. കൊലസ് ഇഷ്ടമല്ലാത്ത ചാര ചേച്ചിയെ പിന്നെ ഇത് ഇട്ട് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. കല്ലു ചുമ്മാരിക്കും. എന്താ, ഞാൻ പറഞ്ഞ സത്യല്ലേ? അത് സത്യം തന്നെയാ. പറഞ്ഞപ്പോ നാണം വന്നത് കണ്ടില്ലേ? അല്ല, പിന്നെന്തിനാ ഇതൊക്കെ ഊരി വെച്ചത്? ഇന്നലെ സഞ്ജന നെയിൽ കട്ടിംഗ് ഒക്കെ ചെയ്തപ്പോ ഊരി വെച്ചത്. പിന്നെ ഇന്നലത്തെ തിരക്കിലത് വിട്ടുപോയി. എന്തായാലും കല്യാണത്തിന് അരവിന്ദേട്ടൻ വാങ്ങിത്തന്ന കൊലുസിടാതെ എങ്ങത്താ, ഞാൻ ഇട്ടുതരാം.
ഒരു മിനിറ്റ് പോരാ. എന്താ മൈ? എടാ മോനെ, നിന്റെ അടുത്ത് ആരെങ്കിലും ഉണ്ടോ? ആദ്യം വിളിച്ചപ്പോ എല്ലാരും ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ എണീറ്റ് മാറി. എന്താ പ്രശ്നം? എടാ, നീ മണ്ഡപത്തിൽ വന്നത് വരന്റെ വേഷം ഇട്ടിട്ടാണോ? അത് സംശയമായി. എന്തോ പ്രശ്നം നടക്കാൻ പോകുന്നു അവർക്കൊക്കെ തോന്നിയിട്ടുണ്ട്. ദേ, മാഷ് അരവിന്ദനെ വിളിച്ചോണ്ട് വരാൻ വേണ്ടി ആകാശിനെ അയച്ചിരിക്കുക. അപ്പച്ചി, അത് തടയണം. ദേ, മണ്ഡപത്തിൽ അരവിന്ദനെത്തിയ നമ്മുടെ പ്ലാൻ എല്ലാം പൊളിയും. ഒരു കാരണവശാലും അരവിന്ദനെ ഇങ്ങോട്ട് വിടരുത്. നേരത്തെ പ്ലാൻ ചെയ്തതിൽ ചെറിയൊരു മാറ്റമുണ്ട്. എടാ, നീ ഇങ്ങനെ അടിക്കടി പ്ലാൻ മാറ്റി എങ്ങനെയാ? പറയട്ടെ. അരവിന്ദൻ വീടിന്റെ പിൻഭാഗത്തൂടെ ഇറങ്ങി കൈത്തോടിനടുത്തൂടെ ആയിരപ്പറക്കാരുടെ അടുത്തുള്ള കടവിലെത്തണം. അവിടെ എഞ്ചിൻ ഘടിപ്പിച്ച ഒരു വള്ളം കിടപ്പുണ്ടാവും. അവിടെ പള്ളിയിലച്ഛന്റെ വേഷമിട്ട് എന്റെ ഒരാളുണ്ടാവും. അച്ഛന്റെ വേഷമിട്ട് വന്ന ആരും സംശയിക്കത്തില്ലല്ലോ. കല്യാണം കൂടാൻ വന്നതാന്ന് ഓർത്തോളും. വള്ളത്തിൽ അരവിന്ദ് കയറിക്കഴിഞ്ഞാൽ പിന്നീടുള്ളതൊക്കെ അവര് നോക്കിക്കോളും. ചാരുവിന്റെ കണ്ണു വെട്ടിച്ച് അരവിന്ദൻ എങ്ങനെ ഇറങ്ങി വരുന്ന നീ പറയുന്നേ? അരവിന്ദന്റെ മുറിയിലുണ്ടല്ലോ ആ പായ്പാടനും ആ പാറുവിന്റെ കൂടെ വന്നവന്മാരൊക്കെ കൂടെയുണ്ട്. പിന്നെ ആകാശം വന്നിട്ടുണ്ട്. ഇവരുടെ ഒക്കെ കണ്ണു വെട്ടിച്ചിട്ട് വേണം അരവിന്ദന് ഇറങ്ങാൻ. ഹേമമായി ആദ്യം ആകാശിനെ ഇങ്ങോട്ട് പറഞ്ഞു വിടണം. പായ്പാടനെ പേടിക്കേണ്ട കാര്യമില്ല. പിന്നെ പ്രിയനെയും കൈലാസിനെയും മാറ്റാനായിട്ട് ഒരു വഴിയുണ്ട്. ചാരു അശ്വതിയൊക്കെ അവിടെ നിന്ന് ഇറങ്ങട്ടെ. പക്ഷേ പാറുവിനെ എന്തെങ്കിലും പറഞ്ഞ് അവിടെ തന്നെ നിർത്തണം. അതിപ്പോ അമ്മായി വിചാരിച്ചാലേ നടക്കത്തുള്ളൂ. പാറുവിനെ കൊണ്ടുപോകാനുള്ള ആൾക്കാർ വന്നിട്ടുണ്ട്. അവളെ അവര് കൊണ്ടുകൊള്ളും. സ്വാഭാവികമായിട്ടും പ്രിയനെയും കൈലാസിനെയും അവള് രക്ഷയ്ക്കായിട്ട് വിളിക്കും. പിന്നെ ആ മുറി പായ്പാടനല്ലേ ഉള്ളൂ. അവനെ മുറിക്കകത്തിട്ട് പൂട്ടിയിട്ട് അരവിന്ദൻ കടവിലോട്ട് പോട്ടെ. എന്താ, അതുപോലെ? കാര്യമൊക്കെ ശരിയാ. എന്റെ മോൻ എന്തെങ്കിലും സംഭവിച്ചാ നീ ചാരുവിനെ കെട്ടില്ല. അതിനൊക്കെ ഞാൻ വിചാരിച്ചാ മതി. അറിയാലോ നിനക്ക്, അവൻ സേഫായി ഹൈവേയിലെത്തിയെന്ന് ഞാൻ അറിയണം. എന്നെ അറിയിക്കണം. എന്നാലേ താലികെട്ട് സ്വപ്നമൊക്കെ നടക്കൂ. കേട്ടല്ലോ? ഓക്കെ. ആദ്യ ഹേമാമായി പോയി ചാരുവിനെ ഇങ്ങോട്ട് പറഞ്ഞുവിട്. ആ രുദ്രൻ എന്നെ കിടന്ന് വിളിച്ചോണ്ടിരിക്കുക. പാറുവിനെ അവിടെ കൊണ്ടെത്തിക്കാമെന്ന് ഞാൻ ഏറ്റുപോയതാ. അവളെ ഒറ്റയ്ക്ക് രുദ്രന്റെ ആൾക്കാരെ കാണിച്ചു കൊടുത്താൽ മതി. ബാക്കി അവര് നോക്കിക്കോളും. ആ ബാലം മാഷിന്റെ ശിങ്കിടി ഇവിടെ കയറ് പൊട്ടിയ കാളെ പോലെ കറങ്ങി നടപ്പുണ്ട്. ഞാൻ ഫോൺ വയ്ക്കുക.